നമ്മുടെ മോള് വലിയ കുട്ടിയായല്ലേ. കാലം എത്ര പെട്ടെന്നാ പോകുന്നേ. ഞാൻ വന്ന് കേറുമ്പോ പിച്ച വെച്ച് നടക്കുന്ന കുട്ടിയായിരുന്നു അവള്. നമ്മൾ അവൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്ക? വരട്ടെ. ഭരതേട്ടൻ എന്താ ആലോചിക്കുന്നത്? എന്നെ കിട്ടിയതില് ഭരതേട്ടന് വിഷമമുണ്ടോ? നീ എന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? ഭരതേട്ടന്റെ അമ്മ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടി തോന്നുകയാണ്. ഭരതേട്ടൻ എന്നെ ഉപേക്ഷിക്കോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ പെണ്ണിന്റെ ഒരു കാര്യം. അവിടെ നിക്കടി, എന്നെ കൂടി ഒന്ന് കാണിക്കേ. ഓ എന്റെ ഈശ്വരാ, ഓ അസലായിട്ടുണ്ട് എന്റെ ചക്കര കുട്ടി. മുത്തശ്ശി ഇതൊന്ന് കൊള്ളാന്ന് പറ, അതിനായി ബഹളമൊക്കെ. നന്നായിട്ടുണ്ട്, മോക്ക് നല്ല ചേർച്ചയുണ്ട്. നിന്നോട് കൂട്ടില്ല. പാദസരം എന്നെ ആദ്യം കാണിച്ചില്ലല്ലോ. ഞാനിത് വാങ്ങിത്തന്ന ആളെ ആദ്യം കാണിക്കട്ടെ. നല്ല രസമുണ്ടല്ലേ അമ്മമ്മേ? കാണുന്നില്ലേ ഇത്? പാദസരമായിട്ട് വന്നപ്പോ മോളൊരു സുന്ദരി കുട്ടിയല്ല. ഗോപികയുടെ അച്ഛന്റെ കയ്യില് പടം പിടിക്കുന്ന ഒരു സൂത്രം ഇല്ലേ, അതുകൊണ്ട് കുട്ടിയുടെ ഒരു പടം എടുപ്പിക്കണം. അതെ, അങ്ങനെ പറ. എന്നാ പിന്നെ ഇവളെ ഫോട്ടോയിലാക്കിയിട്ട് തന്നെ വേറെ കാര്യം അല്ലേ? എന്താ? അതെ, പാദസരം കലക്കി നന്നായി ചേരുന്നുണ്ട്. അവള് നല്ല സന്തോഷത്തില. എവിടുന്ന അതിന് കാശ്? അതെടുത്തു. ഭാവയുണ്ടാവുമ്പോ സ്വർണം വാങ്ങിക്കാൻ വച്ചിരുന്ന പണം. ഏയ്, അവളും നമ്മുടെ ഭാവയല്ലടാ. കുറച്ച് പണം ബാക്കിയുണ്ട്. സിറ്റിയിൽ ഡോക്ടറെ കാണാൻ പോണ്ടേ? എങ്ങോട്ടാ സർക്കിട്ട്? പണം ശരിയാക്കിയോടാ നീ? ഞാൻ എവിടെ പോവാനാ അമ്മേ? എന്റെ ഒരു ചില്ലി കാശില്ല. ആ പെങ്കുച്ചിന് പ്രായമായി. അതിനൊരു പാദസരം വാങ്ങിച്ചു കൊടുത്ത് തന്നെ പണിപ്പെട്ടിട്ടാ. ദേ, ഇത് നിന്റെ ഉടപ്പറന്നോളാ. ഇവളും പ്രായമാവ്, മാസം തോറും തീണ്ടാരിയാവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വല്ലതും നീ അറിയുന്നുണ്ടോ? എടാ, ഇവള് വയസ്സറിയിച്ചപ്പോ ഒരു നാരങ്ങ മിഠായി എങ്കിലും നീ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അമ്മേ, അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നേ? നീ പോടി. പറയാനുള്ളത് ഏത് പട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും.